ടിനി ചേട്ടാ ആൻഡ് പക്രു ചേട്ടാ ആൻഡ് രവി ചേട്ടാ വെൽക്കം. ഒന്നൊക്കെ നാറ്റുകരുത്. ഇങ്ങനത്തെ ഒരു സാധനം മാത്രം ഞാൻ വയ്യപ്പോ അത് പതിയും നോക്കുമ്പോ 2 ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്ത് പുറത്തുനിന്ന് നോക്കുന്നവർ എന്ത് എഫക്ട്സ് വേറെയാ. ഭയങ്കര സൗണ്ട്. കളരി ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പേഴ്സൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റിയത്. ഇത്രയും കാലം ഇങ്ങനെയൊന്നും തിരിയുമ്പോ അയ്യോ എന്നൊക്കെ പറയുമായിരുന്നു. നീ പറഞ്ഞ ഞാൻ എടുത്ത് തന്നെയല്ലോ. അത് ശരിയാണ്. ജയറാമേട്ടൻ പറയുന്നത് ഞാനും ധർമ്മനോട് ഏറ്റവും ആദ്യം ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോയപ്പോൾ ധർമ്മനാണ് കൈ കൊടുത്ത് മാറിപ്പോ എയർ ഹോസ്റ്റസ് പെണ്ണിട്ട്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ തിരിച്ചു ഇവിടെ കൊണ്ട് നിർത്തുമ്പോൾ ഒരു പേര് പറഞ്ഞു പേര് പറ പിന്നെ മേലെ പറഞ്ഞു പോരുത് കേട്ടോ. മെമ്പർഷിപ്പ് കൊടുത്താലോ അപ്പൊ നിനക്കും ഈ രോഗമുണ്ട് എന്നുള്ള ഉറപ്പായി. 3-4 പേരുടെ സിനിമ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പം പലരും പറയുന്നുണ്ടല്ലോ. അന്ന് 360 ചെറിയ ആൾക്കാർ നമ്മുടെ കൂട്ടുകാർ അവർക്ക് പലതരം ക്യാരക്ടേഴ്സ് അവർ ചെയ്യുന്നത്. പലരും അതിനകത്ത് ഉറങ്ങിയിട്ടില്ല. ഈ മേക്കപ്പിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും ഒക്കെ അത്രയും അത് ഷൂട്ട് ചെയ്തത് 10-45 ദിവസം കൊണ്ട് തീർക്കുക. 3 പാട്ട്. പിന്നെ ആകെയുള്ളൊരു ഗുണം ഒറ്റ ബസ്സിൽ ഈ 300 പേരും വരും. ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല. ഞാൻ അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പെണ്ണ് കാണാൻ പോയത് ഇവനാ. എന്റെ അപ്പം പറഞ്ഞ് നീ ഒന്ന് സംസാരിച്ചു പോരുത്, അവൻ സംസാരിച്ചോളും. ഞാൻ സംസാരിച്ച ഫണ്ട് ഇറങ്ങിയാറില്ല എന്നായിരുന്നു. അപ്പൊ കയ്യിൽ നിന്ന് പോവും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ റോട്ടിൽ അളവെടുക്കൂലേ, അത് ഷൂട്ടിംഗാന്ന് വിചാരിച്ചു നോക്കിന്നുണ്ട് കുറെ. മറ്റേ ഇത് വലിച്ച് ടേപ്പ് വെച്ചിട്ട് ക്യാമറ അല്ല അന്ന് ചാൻസ് വെച്ചെന്നാ പോയി. നമുക്ക് ചോദിച്ചു പോവാം. ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് 916 കുഞ്ഞൂട്ടൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പെർഫോമേഴ്സാണ്. സോ റൈറ്റ് ഫ്രം ഹിയർ പറയുകയാണെങ്കിൽ ടിനി ചേട്ടാ ആൻഡ് പക്രു ചേട്ടാ ആൻഡ് രവി ചേട്ടാ വെൽക്കം. ഒന്നൊക്കെ അപ്പോൾ പറയൂ 916 കുഞ്ഞൂട്ടൻ. കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ പക്രു ചേട്ടാ പറയും. അല്ല, കുഞ്ഞൂട്ടനൊരു നല്ല കഥാപാത്രമായിരിക്കും. കാരണം ഇപ്പം പ്രധാന വേഷത്തിലെത്തുന്ന കുറേ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് ഇപ്പം സ്ഥിരം എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ വ്യത്യസ്തമായിട്ട് എങ്ങനെ പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനെന്ന കലാകാരന് വിരലെണ്ണാവുന്ന കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന്. പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കഥാപാത്രം. പിന്നെ അദ്ദേഹത്തിന് ചുറ്റും കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാം നല്ല ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ് വരുന്നത്. അങ്ങനത്തെ ഒരു ടീം വർക്കായിരിക്കും. മെയിൻ റോള് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കൊണ്ടുപോകുന്നത് ഈ വരുന്നവരും ഈ ഇരിക്കുന്നവരും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ടേഴ്സായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പവർ പാക്ഡ് എന്റർടൈനർ. അതെ, ഫാമിലി അത്തരത്തിലൊരു സാധനമാണ്. അല്ല, അത് ദൈർഘ്യമുള്ള റോളൊന്നുമല്ല. ഒരു വരവ്. പക്ഷെ അത് നല്ലൊരു സ്പേസാണ് തന്നേക്കുന്നത്. അത് എനിക്ക് മാത്രം ഈ സിനിമയിൽ തന്നിരിക്കുന്ന സ്പേസാണ്. അത് നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെയിലത്ത് കിടന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വാശിയായിരുന്നു അദ്ദേഹത്തിന്. ഈ വേഷമൊക്കെ കിട്ടിയിട്ട് വാശിയായിരുന്നു. വാശിക്ക് അഭിനയിച്ചിട്ടുണ്ട്. കാലത്ത് മുതൽ വൈകിട്ട് വരെ മാഫിയ ശശി സാറിന്റെ നേതൃത്വത്തില് അതാണ് ഞാൻ പറഞ്ഞ വാശി എന്ന് പറഞ്ഞത്. എന്തിനോടൊക്കെ ഉള്ളൊരു വാശി. അതെല്ലാവർക്കും കിട്ടൂല അങ്ങനെ. കാരണം അതിന് റെയിനും മറ്റതും ഫൈറ്റേഴ്സും ഡൂപ്പും എല്ലാം വേണ്ടേ. അപ്പൊ മോശ ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ അതിന് വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷന്. പക്ഷെ അതല്ല എന്റെ കഥാപാത്രം, അതിൽ നിന്ന് മാറും. പക്ഷെ ഇതൊരു ഫ്ലാഷ് ബാക്ക് സംഭവമാണ് കാണിക്കുന്നത്. അത് എപ്പോഴും എല്ലായിടത്തും കിട്ടില്ല. നമുക്കിപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ സ്റ്റേജിലോ ഒക്കെ ഇത് വേഷം കിട്ടിയെങ്കിലും വരാം. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3 ലക്ഷം രൂപയൊക്കെ ചിലവ് വരും. അതിൻ്റെ കൂടെ ഫൈറ്റ് മാസ്റ്റേഴ്സ്, അവരുടെ അസിസ്റ്റൻസ് ഒക്കെ. അപ്പം നമുക്കൊരു ഇത് തന്നു കഴിയുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ്ടേ. അപ്പം അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അത്യാവശ്യം പണിയെടുത്തു. കുറച്ച് പണിയെടുത്ത് ശമ്പൂര് പോലെ കുറച്ച്. അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ് ജിമ്മിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് ഇതാക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു സ്കില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ നോബിയുടെ പോലെ അല്ല, ഞാൻ ട്രൈ ചെയ്യും മാക്സിമം. ഞാൻ വെറുതെ പറഞ്ഞാണ്. അല്ല, നമ്മൾ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യേണ്ടത്. ജിമ്മിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കഥയുണ്ട്, ചെറിയ കഥയാണ്. ഞങ്ങൾ പണ്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് പഴയ കാലം അന്ന് തൊട്ടേ
അദ്ദേഹം ഇത്രയും പാഷനാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതായത് ബോഡി ബിൽഡിങ്. ഇപ്പം ഞങ്ങളിങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. ഞാൻ ഉറങ്ങുന്നു, നല്ല ഉറക്കമാണ്. ഞാൻ ചെറുതായിട്ട് സൗണ്ട് ഇങ്ങനത്തെ ഒരു സാധനം മാത്രം. അപ്പം ഞാൻ ഇത് പിന്നെ എന്താ ചെയ്യുന്നത്, ശബ്ദം ഇങ്ങനത്തെ സൗണ്ട് കേൾക്കും. അപ്പം ഞാൻ വയ്യപ്പോൾ അതിപ്പോൾ പറ്റിയെന്ന് നോക്കുമ്പോൾ 2 ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്ത് ഞാൻ ഇന്നേത് മറന്നുപോയത്. വാശിക്ക് അതായത് പറഞ്ഞു 6 മണിക്കുള്ളൊരു വാശിക്ക് പറഞ്ഞു ഒന്നേ ഇതെന്ന് പറഞ്ഞിട്ടപ്പം പുറത്തുനിന്ന് നോക്കുന്നവർ എന്തോ വലിയ ഇടിയോ എഫക്ട്സ് വേറെയാ. എന്താ കേൾക്കുന്നത് ഭയങ്കര സൗണ്ട്. അല്ല ഇവന് ജന്മന 6 പാക്ക് ഒക്കെ ഉണ്ട്, നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല നമ്മള് ഫ്രെയിമിൽ നിന്ന് പുറത്തു പോരുമല്ലേ. അപ്പൊ വെള്ളം കോരി അല്ല എപ്പോഴും എന്തെങ്കിലും ഒരു ആയോധന കലയോ എന്തെങ്കിലും ശരീരം അനക്കുമായിരുന്നു ഞാൻ. അപ്പൊ അതിനുവേണ്ടി ആ ബക്കറ്റിൽ വെള്ളം ബുക്ക് ചെയ്ത് നോക്കി. അന്ന് ഡമ്പിളൊക്കെ മേടിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇവൻ ഉറപ്പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇവനെടുത്ത് നോക്കിയാനെ. അത് കഴിഞ്ഞ് പിന്നെ ആ പടത്തിന് വേണ്ടിയൊന്നുമല്ല, അത് ഒരു ദിവസം എനിക്ക് തോന്നി ഇദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ആ സംഭവം കിടക്കുന്നത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പടത്തിന് അല്ല ഇതിൽ ഡയറക്ടർ പറഞ്ഞിട്ട് ചേട്ടാ ഒറ്റ ഒരു ഇതുള്ളൂ, പക്ഷെ അതിനു വേണ്ടി ഒന്ന് ബിൽഡ് ചെയ്താൽ നന്നായിരിക്കും, ഇത്തിരി ബൾക്ക് ഇതാകണോന്ന് പറഞ്ഞു. അപ്പൊ ജിമ്മി പോയി. 4 ദിവസം കൊണ്ട് 6 പാക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അത് നടക്കൂല ചേട്ടാന്ന് പറഞ്ഞു. 4 ദിവസം ജിമ്മി പോയി. 4 ദിവസം കൊണ്ട് 6 പാക്ക്. അല്ല ഇത് ശരിക്കും ഒരു മാസം വർക്ക് ചെയ്ത്. അത് അതിനു മുമ്പ് ഞാൻ 19ാം നൂറ്റാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു. ഈ കളരിയും ഇതിൻ്റെ അകത്ത് സ്റ്റെപ്സും ഈ ഗോദയിലെ ടൈപ്പാണ്. അപ്പൊ അത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ വിനയൻ സാറിനോട് ഗോപാലൻ സാറിനോട് നന്ദി പറയണം. അവരുടെ ചെലവിലാണ് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്, ഫുഡും കഴിച്ചോണ്ടിരുന്നത്. സിജു വിൽസന്റെ ഞാൻ വരവ് ചെലവ് കണക്ക് വരെ പുള്ളി പറയും. ദിവസം കളരി പഠിച്ചതിൽ ഈ പടത്തിൽ ഫൈറ്റ് എടുത്തപ്പോൾ അത് ഒരു കാര്യം പറയട്ടാ, കളരി ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പേഴ്സൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റിയത്. ഇത്രയും കാലം ഇങ്ങനെയൊന്നും തിരിയും അയ്യോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു ആയോധന കലയാണ് ഞാൻ എടുത്തല്ലോ. അത് ശരിയാണ്. എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. സ്നേഹം ഉണ്ടായ പോലെ അത് പറയണം. താഴെ എടുക്കാൻ അല്ല അപ്പൊ ഞാനത് പരിപ്പിളകി പോവും എന്ന് പറഞ്ഞാൽ സിജു വിൽസൺ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഴന്തുണി പോലെ പോവും. കാലത്ത് 6 മണിക്ക് ഈ 19ാം നൂറ്റാണ്ടിന് വേണ്ടിയിട്ട് കാലത്ത് 6 മണിക്ക് കളരി തുടങ്ങിക്കഴിഞ്ഞാൽ 8 മണിക്ക് ജിമ്മിലും പിന്നെ കുതിരോട്ടം. അല്ല ഇതൊക്കെ ഇവനും ചെയ്തിട്ടുണ്ടോ കേട്ടോ. അത്ഭുത ദ്വീപില് അയ്യോ രാജാവായിരുന്നല്ലോ. കഥകളല്ല ഇഷ്ടം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കുതിരപ്പുറത്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര അടിക്കും. ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ട് പിടിച്ചേക്കുമല്ലേ, പിന്നെ ഇതൊരു പോക്കാണ്. കട്ട് പറഞ്ഞാലൊന്നും കുതിര നിൽക്കൂല. അതിന്റെ വഴിക്ക് പോയിട്ട് അതിന് തോന്നി വഴിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരും, പോയി പിടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് കുതിരയുടെ മുകളിൽ ആളുണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ പിന്നീട് അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇതിനറിയല, നമ്മളിതിനെ പിടിച്ചാൽ നിൽക്കാത്തതുകൊണ്ടാണല്ലോ ഇത് പോകുന്നത്. അപ്പൊ ഈ കുതിരക്ക് ഞാൻ ഓടിക്കുന്ന കുതിരക്ക് 2 പേരാ. ഒരാള് സ്റ്റാർട്ടിങ് പോയിന്റിൽ, ഒരാള് ഫിനിഷിംഗ് പോയിന്റിൽ. എടാ എന്ന് പറഞ്ഞ യുദ്ധമല്ലേ. എടാ കുതിരയുടെ മുഖത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. ഈ യുദ്ധം ഊട്ടിയിൽ പോയപ്പോ ഇങ്ങനെ ഒരു വിളി, ഞാൻ ഒരു കുതിര ഊട്ടി പോയിട്ട് പിന്നെ ഞാൻ കയറി ഇരുന്നപ്പോ ഇവിടെ നമ്മളെ ആക്കുളത്ത് പണ്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 പേര് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് ആളുണ്ടാവും. പിന്നെ കാരണം ഇത് അടിച്ച് സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാല് 3-4 കുതിരകളും അതിന്റെ മേളിൽ ആളും കൊണ്ട് പുറകെ കൂടി ഇവര് എന്നുള്ള ഒച്ചയും വെച്ചിട്ടല്ലേ വരുന്നേ. അപ്പൊ ഇതിനൊരു വിരളിയും കൂടെ ഉണ്ട്. സാധനം വിരളി പിടിച്ചിട്ടാ ഇത് ഓടുന്നു. അങ്ങനെ അന്നേരം പോട്ടെ കിട്ടിയാ കിട്ടി എന്നുള്ള രീതിയിൽ. അല്ല ഇത് കുറെ ദിവസം ട്രെയിൻ ചെയ്താലേ കുതിര പറ്റുള്ളൂ. കാരണം വണ്ടിക്കൊക്കെ കൺട്രോൾ ഉണ്ട്, കൺട്രോൾ ഇല്ലല്ലോ. അങ്ങ് പോകും അതിന് ഇഷ്ടമുണ്ടെങ്കിൽ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ റെക്കോർഡിനൊക്കെ പരിഗണിച്ചത്. ചെയ്യേണ്ട കാര്യങ്ങള് റിസ്ക് പിടിച്ച പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ആണല്ലോ അവര് നോക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെ എന്താണെന്നുള്ളത്. പിന്നെ ഈ കുതിര ഞാൻ കയറിയിരുന്നപ്പോ കുതിരക്ക് ആളില്ലെന്നും ഇത് കയറിയിരുന്നപ്പോ കുതിര ഓവർലോഡ് കാല് കീറി പോകാനുള്ള രീതിയിൽ എന്നെ നോക്കുന്നില്ല കുതിര. ഞാൻ പോയപ്പോ
ഇങ്ങനെ ഞാൻ പോയാന്ന് നോക്കണം. ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അത് എവിടെ ഇവിടെ ഈ പണ്ട് ആക്കുളത്ത് ടൂറിന് അവിടെ കൊണ്ട് വെച്ചേക്കും കുതിര പിടിച്ചോണ്ട് നടക്കുകയുള്ളു. 10 മിനിറ്റ് ഇവിടെ നിന്ന് കേട്ടിട്ട് അയാളുണ്ട് ഫ്രണ്ട് ഉണ്ട്, നമ്മളതിരിക്കണം, ഫോട്ടോ എടുത്തു തരും. ഇങ്ങനെ 50 രൂപ കൊടുക്കണം. കേറി പിടിച്ചിരുത്തും, കേറി അതൊക്കെ ഓവറാണ്. ഇങ്ങനെ കുതിരയല്ലത്, ഇന്നലെ ഞാൻ കഴുതയും കുതിര കൂടെ ക്രോസ് ചെയ്ത സാധനത്തിനാണ്. ആ കുതിരയുടെ പോലെ തന്നെ ഇരിക്കും. പറ്റിച്ചാണ് അവന്. എന്നിട്ട് അവന് തിരിഞ്ഞു നോക്കി. പിന്നെ നോക്കുന്നു ഞാൻ പോയാന്ന്. നടന്നോ? കുതിര പോയോ? ഇല്ല. ജസ്റ്റ് ഇരുന്നപ്പോഴേ എനിക്ക് ഒരു പേടിയായി. എനിക്കത് കണ്ടപ്പോ ആച്ചിക്ക് കൊണ്ട് ഓടിക്കളഞ്ഞ. അതല്ല, ഇരുന്നപ്പോഴേ സൗണ്ട് കേട്ടപ്പോ ഇവന് മനസ്സിലായി പന്തികേടാന്ന്. ഞെരിയണ സൗണ്ട് അല്ലേ? പിന്നെ പയ്യെ ഇങ്ങനെ എഴുന്നേറ്റൊക്കെയാന്ന് അല്ലേ? ഇല്ല, പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. ഇത് എന്നാ എപ്പോഴാ ഏത് സമയത്ത്? കുറെ നാളായി, ഒത്തിരി നാളായി. അപ്പൊ ഇതിലെ പറയൂ മൂവി 916. ഇതിനകത്ത് പിന്നെ ചേട്ടന്റെ ഒരു സുഹൃത്തായിട്ടാണ് ഒരു ക്യാരക്ടർ. സപ്പോർട്ടർ. സപ്പോർട്ട് കുറച്ചുപേരുണ്ട്, അതിലൊരു സുഹൃത്താണ്. വണ്ടിയൊക്കെ ഓടിച്ച് കൊണ്ടുപോണ്ടേ, അങ്ങനെ കൂടെ ഉണ്ട് എപ്പോഴും. ഹരി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. അങ്ങനെ ലൊക്കേഷനിലും അങ്ങനെ കൂടെ തന്നെ ആയിരുന്നു. സംശയമില്ല. അതൊരു ഫണ്ണായിരിക്കും അല്ലേ? നിങ്ങൾ പ്രത്യേകിച്ച് അടുത്ത് അറിയുന്ന ആൾക്കാർ ലൊക്കേഷനിൽ. അയ്യോ, ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും അത്. കാരണം എല്ലാ ദിവസവും വൈകിട്ട് പോയിട്ട് ദോശ കഴിക്കുക ഒരുമിച്ച് തന്നെ. ഒരാളൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. നമ്മൾ ഇത്രയും പേരുന്നിട്ട് നാളെ നമുക്ക് ഷൂട്ട് കാണണമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷമം വരും. പിറ്റേ കാണാമെങ്കിൽ പോലും അവർ ഇത് വരുമല്ലോ. ആ ഒരു സമയം, ആ ഒരു 30 ദിവസം കടന്നു പോയത് അറിഞ്ഞില്ല. ഭയങ്കര രസമായിരുന്നു. എല്ലാരും തമ്മിൽ ഒരുപാട് ചിരിച്ചു. ഷാജു ഉണ്ട്. ഷാജു സിനിമയിൽ അങ്ങനെ അധികം കോമഡി ഒന്നും ഇല്ല. സിനിമയില് തമാശ അല്ലട്ടോ. ഇതില് നമ്മുടെ ഓഫ് സ്ക്രീൻ കോമഡികളായിരുന്നു കൂടുതലും നടന്നത്. പണ്ടത്തെ കഥകള്, പണ്ടത്തെ സ്റ്റേജ് പരിപാടികള്, എല്ലാ ട്രിപ്പ് കുറെ പോയ സംഭവങ്ങളുണ്ടായിരുന്നു. അല്ല, പഴയ കഥ പറയേണ്ടത് ഇന്ന് തന്നെ ഇപ്പൊ ഒരുമിച്ചിരുന്ന കുറെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് പഴയത് പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുണ്ട്, പക്രുച്ചേട്ടന്റെ പെണ്ണ് കാണലുണ്ടായിരുന്നു, ഇതിനിടയ്ക്ക് പിന്നെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഈ ആള് കൂടുന്ന മേഖലയായിരുന്നു. മൊത്തത്തില് രസമായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോ സത്യം. അപ്പൊ ഇത്രയും പേരിരിക്കുന്നു, പെണ്ണ് കാണുന്നു, ഫുഡ് കൊണ്ടുവരുന്നു, ജിലേബി കൊണ്ടുവയ്ക്കുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. അവന് ഓർമ്മയുള്ള അതൊക്കെ മാത്രം. അല്ല സത്യം, ഇതൊക്കെ ആസ്വദിച്ചു ഞങ്ങള്. എന്താ പറയുമ്പോ എനിക്കത് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല. ഞാൻ അങ്ങനെ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷവും. എനിക്ക് പെണ്ണ് കാണാൻ പോയത് ഇവനാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സ്വന്തം എന്റെ അടുത്ത് എന്റെ അപ്പം പറഞ്ഞ് നീ ഒന്ന് സംസാരിച്ചു വരുത്, അവൻ സംസാരിച്ചോളും. ഞാൻ സംസാരിച്ച ഫണ്ട് ഇറങ്ങിയാറില്ല തന്നെയായിരുന്നു. അപ്പൊ കയ്യിന്ന് പോവും. അപ്പൊ ബുദ്ധിപൂർവ്വം സംസാരിക്കണോന്നൊക്കെ പറഞ്ഞ് ഇവനെ ഏൽപ്പിച്ചിട്ട് അത്ര വിശ്വാസമായിരുന്നു. അതെ. അല്ല, ഇവൻ സംസാരിക്കുമ്പോൾ വീട്ടില് ഇപ്പൊ ഇവിടത്തെ പോലെ അല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കാറുള്ളൂ. അവരുടെ രീതിയിലാണ്. അപ്പൊ ഞാൻ ഈ പ്രായവും കാലവും ഒന്നും നോക്കാണ്ട് സംസാരിക്കുന്ന ആളാണ്. ബഹുമാനമൊന്നും ഇല്ലെന്നല്ല, പക്ഷെ അപ്പൻ്റെ അടുത്ത് കൂട്ടുകാരൻ്റെ പോലെ ഇരിക്കും, മകൻ്റെ അടുത്ത് ചിലപ്പോൾ അപ്പനെ പോലെ ഇരിക്കും ഞാൻ കാണിക്കുന്നത്. അത് അതിന്റെ ഒരു രീതികൾ ഇവന് എല്ലായിടത്തും കറക്റ്റ് അറിയാം. അല്ല, അത് ഈ ക്യാരക്ടറിന് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു അഭിനേതാവിനും കിട്ടുന്നതാണ്. കാരണം ഉത്തരവാദിത്തമുള്ള സമയത്ത് ഉത്തരവാദിത്തം പോലെ, സീരിയസ് ആവേണ്ട സമയത്ത് അതും, ദേഷ്യം വരേണ്ട സമയത്ത് അത് ഒരു ആക്ടറിലുള്ള കഴിവ് തന്നെയാണ്. എല്ലാ ഇമോഷൻസും കൊണ്ട് അത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷെ അത് ഈ ക്യാമറ, എവരി മാൻ ഈസ് ആൻ ആക്ടർ എന്നാണ് പറയുന്നത്. ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക, ആ പുറകിൽ നിൽക്കുന്ന ആളുണ്ടെങ്കിൽ നടനാവാം അല്ലേ? തീർച്ചയായിട്ടും. അതിന് തെളിവാണല്ലോ ഇപ്പോൾ ഈ അങ്കമാലി ഡയറീസ് ഒക്കെ കണ്ടില്ലേ? എനിക്കറിയാവുന്ന ആൾക്കാർ, ചുറ്റുപാടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ തിരക്കായി പോകും സിനിമ. ഇപ്പൊ ഈ അത്ഭുതദേവിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പകർച്ചേട്ടൻ വിഷമിച്ച ഒരു കാര്യം ഞാൻ കേട്ടത്, ഇപ്പം നോർമലി ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ അതിൽ ശരിക്കും പൊക്കമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നോർമൽ ആൾക്കാർ കാല് മടക്കി വെച്ച്, മുട്ട് മടക്കി വെച്ച് നടക്കുമ്പോൾ ഉള്ള ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഭീകരമായിരിക്കും. മുട്ടിലെ തൊലി പോയിട്ടും ഒക്കെ. പക്ഷെ അത് കണ്ടു നിന്ന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരി, വിഷമം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മള് രാജുവും അതുപോലെ ജഗദീഷ് ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ അമ്പിളിച്ചേട്ടൻ, ഇങ്ങനെ 4 പേര് ആണല്ലോ വരുന്നത്. അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ. അപ്പോൾ അവരെ മുട്ടൊക്കെ മടക്കി വെച്ചിട്ട് ഇപ്പൊ നടക്കുമ്പോൾ നമ്മുടെ ഒപ്പം സംസാരിച്ച് വരുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും പറയും സ്പീഡ് കുറയ്ക്കണം കേട്ടോ, പയ്യെ നടക്കാവും, പയ്യെ നടക്കും. കാരണം അത്രയും കൂടി കാലെടുത്ത് വെക്കാൻ പറ്റും അവർക്കും. കാരണം മുട്ടിലല്ലേ വരുന്നത്. പക്ഷെ നമ്മൾ വളരെ സ്ലോവിൽ അങ്ങനെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇത് അഴിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല, ഒരു വല്ലാത്തൊരു വിഷമമായിപ്പോയി. പക്ഷെ ആ ഒരു വേദന വെച്ചിട്ടാണ് ഇവര് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ചിരിക്കുന്നത്. ആ സീക്വൻസ് കാണുമ്പോൾ അറിയാം
പെയിൻ. ഈ ആ കള്ളത്തരത്തോടു കൂടി കാല് മടക്കി വെച്ച് അകത്ത് കയറിയിട്ട് ഡയലോഗുകൾ പറഞ്ഞ് അവർ നടന്നു വരുന്നത്. അവിടെ ഒന്നും ഈ പെയിൻ അവരുടെ ഫേസിലില്ല. പക്ഷെ ഇത് അഴിച്ച് കണ്ട അത് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഏതോ ഒരു ചാനലിൽ ഇരുന്ന് പറഞ്ഞപ്പോഴാണ് അത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ കൂടത്തി. സത്യമാണ്, അത് വലിയ അത് ചെറിയ രീതിയിലല്ല, റെഡ് കളറായിരുന്നു രണ്ടും. ഒരുവിധപ്പെട്ട അത് പിന്നെ പിറ്റേ ദിവസം ഷൂട്ടാണെങ്കിൽ വീണ്ടും പ്രശ്നമല്ലേ ഇത്. പിന്നെ ഒരു സോങ് ഉണ്ട്, ആ സോങ്ങിലും അങ്ങനെ നിൽക്കണം. ഒരു സോങ് ത്രൂ ഔട്ട് അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ ഒരു ഇച്ചിരി, അതാ ഞാൻ പറഞ്ഞു പല തരത്തിലാണ് അതിന്റെ ഒരു ഇത് കിടക്കുന്നത്. പിന്നെ അതിൽ വേറൊരു മുഹൂർത്തം എന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ മുട്ടില് വേളാങ്കണ്ണിയിൽ ഇങ്ങനെ ഇതിട്ടിട്ട അപ്പൊ ഈ മണലാണ് തൊലി വീട് പിറ്റേ ദിവസം ഇങ്ങനെ ഇങ്ങനെ നടക്കണം. സ്കൂളുകളിൽ പണ്ട് കാലത്ത് ശിക്ഷ നിർത്തുമല്ലോ, മുട്ട നിർത്തില്ല, വെച്ച് അടിക്കും, മുട്ട നിർത്തും, എന്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെയിൻ ആയതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തു. ഇതിപ്പോ അത് ഇവര് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒക്കെ അടുത്ത് നമ്മള് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ നിൽക്കുന്ന പോലെ തന്നെയാണ് മറ്റവര് വന്നപ്പോ ഇവരെല്ലാവരും ആയത് പകുതി അതിലുള്ള ചില ആൾക്കാർ ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്നവരെ കൽപ്പന ചേച്ചി മേടിച്ചിട്ട് ഓടിക്കളഞ്ഞു ഇവരെ കണ്ടിട്ട്. കൽപ്പന ചേച്ചിയും ബിന്ദു ചേച്ചിയും ഇതൊക്കെ അവര് മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായിട്ട് ഇടി എന്റെ ഇതെങ്ങനെയുണ്ട് ഇടി കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഏറ്റവും വലിയൊരാളുണ്ട് നമ്മുടെ സുഹൃത്ത് ഷിബു എന്ന് പറയുന്നത്, രാക്ഷസൻ ഷിബു. ആ ഷിബു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇവൻ വന്നിട്ട് ഇവരുടെ പുറകിൽ ഇങ്ങനെ വന്നിട്ട് ആന്ന് പറഞ്ഞൊരു അലർച്ചാല് ചേച്ചി ഇങ്ങനെ കണ്ടിട്ട് ഒറ്റ ഓട്ടം. അത് അത് പിന്നെ പറയാനുണ്ടോ? അങ്ങനെ ആ മെയിൻ ആളിന് വെച്ചിട്ട് ആൾക്കല്ലേ അത് ഈ വിനയൻ സാറിനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഒരു എൻട്രി വേണമല്ലോ നമുക്ക് സിനിമയിൽ. എങ്ങനെ എടാ ഇതിന്റെ അകത്ത് ഒന്നില്ലെങ്കിൽ 8 അടി വേണം, അല്ലെങ്കിൽ ഇത്ര വേണം. ഞാൻ ഇതിന്റെ ഇടയിലായിപ്പോയി തന്നെ എനിക്ക് വേഷമില്ല. അപ്പൊ ആ സമയത്തെ ഇവനെ ഏതോ ഒരു ചാനലിൽ പൈസ തട്ടുകടയാണോ ഏത് പ്രോഗ്രാം എന്ന് അറിയത്തില്ല, സിനിമയിലാണോ ഏതിലോ വിനയൻ സാറിനെ അനുകരിച്ചിട്ടുണ്ട്. രണ്ട് തത്തമ്മ തമ്മിൽ മിണ്ടാത്ത തത്തമ്മ തമ്മിലുള്ള പ്രേമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം കിടപ്പുണ്ട്. അപ്പൊ വിനയൻ സാറിന്റെ അടുത്ത് ആരോ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവനെ ഞാനൊന്ന് കാണാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനാണ് സാറിനോട് പറഞ്ഞിട്ട് ഇവനെ ക്ലോസ് ആക്കി ഭയങ്കര ആ സാറിന്റെ ആ പരിഭവം മാറ്റി കൊടുത്തു, സിങ്കാക്കി കൊടുത്തു. അതിനുശേഷം അതിശയൻ പിന്നെ ജയസൂര്യ ഇന്ദ്രജിത്തും കൂടെ ഉള്ള ഒരു പടം ഉണ്ടായിരുന്നു. അതിൽ പിന്നീട് കണ്ടിന്യൂസ് എനിക്ക് വിനയൻ സാറിന്റെ പടത്തിൽ വേഷങ്ങളായിരിക്കും. ഇത് അവിടെ പോയിട്ട് അലർണം അത് പിന്നെ സിസ്റ്റവും കൂടി വെച്ചിട്ട് അതിനിടയ്ക്ക് വായിക്കാതെ വിരലിട്ടിട്ടെന്നൊരു സാധനം കാണിച്ചാൽ അത് ചിരിക്കണത് ഇതൊക്കെയാണ്. ഞാൻ ഷെയ്ക്കാൻ്റെ അടുത്തൊക്കെ തരൂല്ല, അതൊന്നുമില്ല. അതുപോലെ എന്തെല്ലാം സംഭവം പറഞ്ഞ് കാണിക്കുമ്പോഴേ വേണ്ടി ചിരിക്കല്ല. അല്ല അതിന്റെ എന്താണെങ്കിൽ ഒരു ചരിത്ര സിനിമയാണ്. അതിന്റെ ഒരു എവിടെയെങ്കിലും നമ്മുടെ ഒരു ശബ്ദമായിട്ടാണെങ്കിലും വന്നിട്ടുണ്ടല്ലോ. പിന്നെ ആ കാലഘട്ടത്തിൽ ആ പടം ഭയങ്കര സംഭവമല്ലേ. ഇവര് വരുന്ന ഇതൊക്കെ അല്ല അത് ഇപ്പൊ കാണുമ്പോഴാണ് ഒരു കാര്യമുണ്ട്, വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പം 3 or 4 പേരുടെ സിനിമ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പം പലരും പറയുന്നുണ്ടല്ലോ. അന്ന് 360 ചെറിയ ആൾക്കാർ നമ്മുടെ കൂട്ടുകാർ അവർക്ക് പലതരം ക്യാരക്ടേഴ്സ് അവർ ചെയ്യുന്നത്. പലരും അതിനകത്ത് ഉറങ്ങിയിട്ടില്ല. ഈ മേക്കപ്പിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും ഒക്കെ അത്രയും അത് ഷൂട്ട് ചെയ്തത് 10-45 ദിവസം കൊണ്ട് തീർക്കുക. 3 പാട്ട് എന്നൊക്കെ ഹെൽപ്പ് വേണ്ട കാണൂലേ. അതിലെല്ലാവരും തന്നെ സ്വന്തം. കാരണം ഹെൽപ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് കൂടും. അതൊന്നുമില്ല, എല്ലാവരും സെൽഫായിട്ട് തന്നെ. പിന്നെ ആകെയുള്ളൊരു ഗുണം ഒറ്റ ബസ്സിൽ ഈ 300 പേരും വരും. വണ്ടികൾ കൂടുതൽ ആവശ്യം വന്നില്ലെന്നല്ലേ. റൂമും അതുമൊക്കെ തന്നെ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ എതിരാൾക്കാരില്ലേ കടന്നു വരുന്നവർ അവർക്ക് ഒരു വലിയ വണ്ടിയും വേണം, ഒരാൾക്കൊരു വണ്ടി. പലരും കട്ടിലൊടിക്കുക, പലർക്കും കട്ടിൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് കൊടുത്ത റൂമിൽ ബെഡ് കീറി പോവുക. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഫുഡിന്റെ കാര്യം അവർക്ക് ഫുഡല്ല ഇവര് എല്ലാം മിതത്വമായിട്ടാണ് കഴിക്കലൊക്കെ. അത് മാത്രമല്ല വളരെ ഇതായിട്ട് തന്നെ. കാരണം ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും അല്ല, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ എല്ലാവരും നല്ല ഇതായിട്ട്. അത് മാത്രമല്ല അവരുടെയൊക്കെ
ഉള്ളു ഭയങ്കര ശുദ്ധമാണ്, വളരെ പാവങ്ങളാണ്. ഈ look മാത്രമേ ഉള്ളൂ അതെയോ, ചില ചെറിയ ആൾക്കാരൊക്കെ ഇവരെ വഴക്ക് പറയുന്നത് കേൾക്കണം. എടാ, നീ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു. അത്ര പാവങ്ങളാണ്, അത്ര ഇതിലാണ്. എന്നുവെച്ചാൽ അവരതുപോലെ കെയർ ചെയ്ത് അത്രയും സ്നേഹത്തില്. പലപ്പോഴും ഇപ്പൊ അറിയാതെ ഇപ്പം ഇവർക്ക് പ്രാക്ടീസ് ഒന്നുമില്ല ഫൈറ്റ്, എന്നെയൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈറ്റ് മാസ്റ്റർ കാണിച്ചു കൊടുക്കും. പക്ഷെ ഇവർക്കത് അറിയാത്തതുകൊണ്ട് ആ റൂട്ടിലൊന്നും പോവില്ല. എടുത്ത് എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങോട്ടാ പോകുന്നതെന്നും പറയാൻ പറ്റില്ല നമ്മൾ. അപ്പൊ ഇത് തുണി വലിച്ചു പിടിച്ചിരിക്കുകയാണ്, ഏത് ഏരിയയിൽ വരുന്നോ അവിടെ പിടിച്ചോണം അതിന് വേണ്ടി. മനസ്സിലായോ? ബെഡൊന്നും അല്ല, ബെഡൊക്കെ ഇട്ട് അതൊക്കെ പൊളിഞ്ഞു പോയി. ബെഡെന്നൊക്കെ തലകുത്തി വീണ് വേനൊക്കെ ആയി അത് മാറി. ഇതാകുമ്പോ സോഫ്റ്റാ, ഇങ്ങനെ പിടിച്ചാൽ മതി. പിന്നെ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഇവർ അതിനനുസരിച്ച് വരും. അങ്ങനെ പൊട്ടിക്കൂലേ അപ്പൊ പിടിച്ചെടുക്കുന്ന പോലെ. അല്ല ഞാൻ പറയുന്നത് ഇത് പറയുമ്പോ തമാശയാണെങ്കിൽ ഒരു ഇത്തിരി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ലൈഫിനെയാണ് ബാധിക്കുന്നത്. ശരി, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ നോബി ചേട്ടാ? ശരിക്കും ഇപ്പൊ ഈ സിനിമകളൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ കണ്ട് ഒരു ടൈമിൽ സ്റ്റേജ് പെർഫോമൻസ് ഒരുപാട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം കോമഡി പ്രോഗ്രാംസ് ടി വിയിൽ ചെയ്യുന്നു. അപ്പോഴൊക്കെ മൈൻഡിന്റെ ഏറ്റവും ഉള്ളിലുള്ളൊരു പരിപാടി സിനിമ തന്നെയായിരുന്നല്ലോ. പിന്നെ അതിലേക്ക് വന്നു അല്ല സിനിമ അന്നൊക്കെ ഞാൻ മിമിക്രി കളിക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല, ആഗ്രഹം ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റാത്ത മേഖലയാണെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചാൽ നടക്കൂലെന്ന്. പക്ഷെ അന്ന് ഇദ്ദേഹം റിസർച്ച് ചെയ്യുമായിരുന്നു ഇതിനെപ്പറ്റി, റിസർച്ച് ഉണ്ടായിരുന്നു. കാരണം ലൊക്കേഷൻ വണ്ടിയുടെ നമ്പർ എഴുതുക, സിനിമക്കാരുടെ വണ്ടിയുടെ പേര് എഴുതി, ഇത് ആഗ്രഹം ആർട്ടിസ്റ്റുകൾ പറഞ്ഞ നമ്പറൊക്കെ എഴുതിയിടും. പിന്നെ എപ്പോഴെങ്കിലും എഫോർട്ട് എടുക്കുന്നതാ എന്താ പറയുമോ? അല്ല ഈ ബുക്ക് കൊണ്ട് പോകും ഓട്ടോഗ്രാഫ് മേടിക്കാം. അപ്പൊ അതിനകത്ത് വല്ലതും എഴുതണ്ടേ? എന്നിട്ട് ആ സ്കൂളിലെ ബുക്കല്ലേ, അപ്പം ജയറാമൊക്കെ ഇറങ്ങുമ്പോൾ ജയറാമേട്ടൻ്റെ കാറിന്റെ നമ്പർ എഴുതിയിടുക. എന്തിനാണ് എപ്പോഴെങ്കിലും കാണുമ്പോൾ അറിയാം പുള്ളിയുടെ നമ്പരാണെന്ന്. മണിച്ചേട്ടൻ അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് ഷൂട്ട് എടുക്കുമ്പോൾ ദി കാറ്, ദില്ലി വാല രാജകുമാരൻ, അങ്ങനെ കുറെ പടങ്ങളൊക്കെ കാണാനൊക്കെ പോകുമായിരുന്നു. കൊള്ളാം, അത് തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് ഈ നമ്പറും ഇതൊക്കെ നോട്ട് ചെയ്യുന്നത്. അവർക്ക് ഇത്തിരി സിനിമക്കാരെ കാണുമ്പോൾ സന്തോഷമല്ലേ നമുക്ക്. അങ്ങനെ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് ആദ്യമായിട്ട് ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരു ലൊക്കേഷൻ എനിക്കത് കിട്ടിയത്. ഞാൻ ദില്ലി വാല രാജകുമാരൻ ഷൂട്ട്, ആ റോഡിൽ നിന്ന് ആരെയും അങ്ങോട്ട് കയറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇടന്ന് കറങ്ങുന്നു. കാര്യം മഞ്ജു ചേച്ചി, മണിച്ചേട്ടൻ അന്ന് ക്ലിക്കാണ്, വിനോദശാല സീരിയല് ഭയങ്കര. അപ്പം മണിച്ചേട്ടനെ കാണാൻ ഒരു ഗ്രാമം ഒരു സൈഡിൽ കിടന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ മഞ്ജു ചേച്ചി ഉണ്ട്. അപ്പം ഇവരെല്ലാവരും ഉണ്ട്. ഇത് ആരെയും അങ്ങോട്ട് കയറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഒന്ന് കയറി ഒന്ന് ഫോട്ടോഗ്രാഫ് മേടിക്കണം, അത്രേ ഉള്ളൂ. സ്കൂളിൽ കൊണ്ട് ഷൈൻ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കറങ്ങി ഈ സിനിമയിൽ. ഇപ്പം നമ്മൾ കാണുന്ന ആൾക്കാരില്ലേ, അതേപോലെ ഈ കോസ്റ്റ്യൂമിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പ്രൊഫഷണലൊക്കെ. ഞാൻ അങ്ങനെ കണ്ടു, ഒരാളെ പരിചയപ്പെട്ട് ഞാൻ അങ്ങനെ അയാൾ ആ വയലിൻ്റെ അതുവഴി കറക്കി എന്നെ അടുക്കളയിൽ അതുവഴി കൊണ്ടുവന്നിട്ട് പിന്നെ അവർ വരും, ഇവിടെ ഇരിക്കും. അന്ന് ക്യാരവാനൊന്നും ഇല്ലല്ലോ, ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്ന് വെള്ളമൊക്കെ കുടിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് എല്ലാവരും ഓട്ടോഗ്രാഫ്, ജയറാമേട്ടൻ, പിന്നെ മണിച്ചേട്ടൻ. എനിക്ക് ഓർമ്മയില്ല, നല്ല എന്നെ കൊണ്ടുപോയി ഇതെല്ലാം നമ്പർ മാറ്റി എഴുതി. എന്നിട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ജയറാമേട്ടൻ്റെ വണ്ടി, STMൻ്റെ ഒരു വണ്ടി, പഴയ STM വണ്ടി, അത് അങ്ങനെ കിടക്കുന്നു. സ്പോയിലറൊക്കെ വെച്ച് അന്നത് കാണുമ്പോൾ കുഞ്ഞോട്ടി നമ്പർ എഴുതി വെച്ച് ഞാൻ പലയിടത്തും ജയറാമേട്ടൻ്റെ കാറിൻ്റെ നമ്പർ കൊണ്ടാണ്. ഇതേ കാറിനകത്ത് ഗിഫ്റ്റ്, ലോട്ടറി ഗിഫ്റ്റ് കിട്ടുന്ന STM അല്ലേ? ആ സെയിം അല്ലേ? റെഡ് STM ഇങ്ങനെ. അത് ഇതിക്കാറിന് അല്ല, ആ STM അല്ലേ ഉദ്ദേശിച്ചത്? അല്ല, ഇതല്ല, ഇത് ജയറാമേട്ടൻ്റെ വണ്ടി ഷൂട്ടിന് അല്ല, ആ സെയിം വണ്ടി STM അതുപോലത്തെ വണ്ടി. അത് ഞാൻ കണ്ട ആ വണ്ടി മറിയുന്നില്ല, ഇത് കാർ മറിയുന്നില്ല. ആ ഷൂട്ട് ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അത്രയ്ക്കും ആ സമയത്ത് അതൊരു കാരണമല്ലേ? അപ്പൊ അല്ല, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ റോട്ടിൽ അളവെടുക്കൂലേ, അത് ഷൂട്ടിംഗാന്ന് വിചാരിച്ചു നോക്കിയെന്നുണ്ട് കുറെ. മറ്റേ ഇത് വലിച്ച് ടേപ്പ് വലിച്ചിട്ട് ക്യാമറ. അല്ല ഞാൻ അല്ല അന്ന് ചാൻസ് വെച്ചിട്ടുണ്ടോ പോയി? അല്ല ഞാൻ ബസ്സിൽ ഇത് കണ്ടിട്ട് ഹിന്ദി പടമാണ്. അല്ല ചാടി ഇറങ്ങിയിട്ടുണ്ട് ബസ്സിൽ ഇവരെ കണ്ടിട്ട്. അല്ല ഇങ്ങനെ തന്നെയല്ല, സ്റ്റാൻഡൊക്കെ ഇത് തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ട്. ഇപ്പോഴും അത് കാണുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ അന്ന് ഇറങ്ങിയത്. കാരണം ബസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് ഷൂട്ടിങ് കാണാൻ കിട്ടൂല നമുക്ക്. ചാടി ഇറങ്ങിയപ്പോ രണ്ടുപേരെ കൊള്ളു, രണ്ടുപേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ. മനസ്സിലായി ഇത് വേറെ എന്തോ പരിപാടിയാണ്.
ഇപ്പോഴും അത് ഷൂട്ടിംഗ് ആണെന്ന് ഓർക്കുന്നത് എത്ര അതെ ആ കാല് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ നടക്കണ്ടെന്ന് വിചാരിക്കും. റോഡിൽ ഷൂട്ടിംഗ് ആരാ വന്നത്? അതിപ്പോഴും ഒരു അട്രാക്ഷൻ അല്ലേ. അത് കാണും കുറെ നേരം നിന്ന് കഴിയുമ്പോൾ ചിലർക്ക് മടുക്കും. അപ്പൊ അങ്ങനെ അത്രയും മൈൻഡിൽ വന്ന് ഇപ്പൊ ഇതുപോലെയുള്ള ആൾക്കാർ ഇപ്പൊ നോബിചേട്ടൻ അന്ന് വരുന്ന പോലെ ഇപ്പൊ എത്രയോ ആൾക്കാർ ഇങ്ങനെ സെറ്റിലൊക്കെ വരുമ്പോ പെട്ടെന്ന് അതിലേക്ക് പോകത്തില്ല. ആ ഒരു സാധനം പിന്നെ നമ്മളങ്ങനെ ചേർത്ത് പിടിക്കുമല്ലേ, ആണല്ലേ? അത് വേറെ കാര്യം നമ്മൾ എന്തെന്ന് അവരുമായിട്ടൊക്കെ നിൽക്കുകയല്ലേ ഇപ്പം. അവിടെ ഒരു പയ്യൻ വന്നു പിന്നെ കാണാൻ വേണ്ടി. 916 അയ്യോ അതല്ല, ഒരു പയ്യൻ പാവ, അവൻ ജോലിക്ക് പോയാണ്, ജോലിക്ക് ചോറും കൊണ്ടുപോയാണ്. ഇത് കടത്തായിരുന്നു. ഈ നമ്മൾ കളിക്കുന്ന ഷൂട്ടിങ്ങിന്റെ സ്ഥലം ഒരു കടവാണ്. അതായത് അവിടെ നിന്ന് ആൾക്കാർ അല്ലെന്ന അല്ലെങ്കിൽ അത് കടവാണ്. കടത്തിന്റെ പേരിലാണ്. അപ്പൊ അവിടെ നിന്ന് വെള്ളത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഇവിടെ നിന്ന് ബസ് കയറി പോവാൻ. ഈ സിനിമയിലും ഉണ്ട് അങ്ങനെ സീക്വൻസ്. അപ്പൊ അവിടെ നിന്ന് ചോറും കൊണ്ട് പഠിക്കുന്ന കൊണ്ട് ഷൂട്ട് കിടക്കണം. ഇവ ചോറും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പിന്നെ അവിടെ തന്നെ നിന്ന് ഈ ഷൂട്ട് കഴിയണവര് പോകും. പിന്നെ പിറ്റേ ചോറും കൊണ്ടുവരും. പിന്നെ ആർട്ടിസ്റ്റായി. പിന്നെ ഞാൻ നോക്കിയപ്പോ വേറൊരു ദിവസം അവൻ ഈ ചോറ് ഇട്ടിട്ട് അവിടെ ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ രണ്ടുപേരും ഇട്ടിട്ട് ചോറ് നോക്കട്ടാ എന്തോടാ. പിന്നെ അവൻ ആർട്ടിസ്റ്റായി. പിന്നെ അവൻ സപ്പോർട്ട്. അല്ല, സാധാരണ സിനിമയിലെ ചോറ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോയില്ല എന്ന് പറയും. ഇത് പുറത്തുനിന്ന് ചോറിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോയിട്ടില്ല. അവൻ കരഞ്ഞാണ് അവസാനം ലൊക്കേഷനിൽ നിന്ന് പോയത്. മറ്റേ മാമൻ, വേറൊരു മാമൻ ഉണ്ടല്ലോ, എനിക്ക് ചൂണ്ടയും കൊണ്ടുവന്നത് മാമൻ. അത്രയ്ക്ക് ഇമോഷണലി ബോണ്ടായി പോയി. അല്ല, ഒരു വേറെ മാമൻ ഉണ്ട്. മാമന്റെ പേര് ഞാൻ പറഞ്ഞത്. മാമൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് ചൂണ്ടയും കൊണ്ടുവരും, ചൂണ്ടയിടാനൊക്കെ. മാമൻ തന്നെ വീട്ടിൽ നിന്ന് മാവൊക്കെ കുഴച്ച് വള്ളത്തെ പോകുക. ഡബിങ് എന്ന് പറയുമ്പോൾ അൽഫദ്ദീപിന്റെ പറഞ്ഞ പോലെ തന്നെ ലക്കി ഭാസ്കറിലെയും അത് ഒരു അത് ദുൽഖർ റെക്കമെൻഡ് ചെയ്താന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് ദുൽഖറിന് വിളിച്ചിട്ടൊന്നും കിട്ടിയിരുന്നില്ല. മറ്റേ പുള്ളിയുടെ ആദ്യം വേറെ ആർട്ടിസ്റ്റ് ഡബ് ചെയ്തിട്ട് രണ്ടു നേരം എന്താ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു. അത് വേഫെയറിൽ നിന്ന് തന്നെ എന്നെ വിളിച്ച് മലയാളത്തിലേക്ക് മൊഴി മാറ്റുന്ന ഒരു പയ്യനുണ്ട്, അവൻ വിളിച്ച് എന്നെ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവർ കാണട്ടെ എന്ന് പറഞ്ഞു. കണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ പിഷാരടി വിളിച്ചു. മമ്മൂക്ക കൊണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു, അവൻ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു. ഞാൻ മമ്മൂക്കടുത്തും ചോദിച്ചു, മമ്മൂക്ക ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു അവസാന ഡിസിഷൻ എടുക്കുന്നത്. ഞാൻ മമ്മൂക്കടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട്, ഓക്കെ നന്നായി, ഒരു തംസപ്പ് വിട്ട്. പക്ഷെ അത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോയിസ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തെന്നുള്ളതാണ്. ആ പടം കണ്ടവർ എല്ലാവരും ലക്കി ഭാസ്കർ കലക്കിയിട്ട് ഞാൻ പറഞ്ഞു എവിടെ ശബ്ദമാണെങ്കിൽ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതാണ് അതൊരു പരിപാടി തന്നെയാണ്. അതിലും തന്നെ ഇപ്പൊ മിമിക്രി ചെയ്യുമ്പോഴാണെങ്കിൽ ബഹുജനം പലവിധമാണല്ലോ. അല്ല, ചമ്പു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു എന്തായാലും അതൊരു പുതിയ അറിവാണ്. എവിടെ അല്ല എന്താ പറ എന്താ ചെയ്തോണ്ടിരുന്നത്? അങ്ങനെയല്ല, ചില ആൾക്കാരുടെ ഞാൻ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ സംസാര ശൈലി കയറി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പിഷാരടി ചേട്ടനൊക്കെ സംസാരിക്കുന്ന രീതിയാണല്ലോ. ഇപ്പൊ ജയറാമേട്ടൻ പറയുന്നത് ഞാനും ധർമ്മനോട് ഏറ്റവും ആദ്യം ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോയപ്പോ ധർമ്മനാണ് കൈ കൊടുത്ത് മാറിപ്പോ എയർ ഹോസ്റ്റസ് പെണ്ണിന്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ തിരിച്ചു ഇവിടെ കൊണ്ട് നിർത്തും. മോന് പേരെന്ന് പറഞ്ഞേ, പേര് പറ, പിന്നെ മേലെ പറഞ്ഞു പോരുത് കേട്ടോ. ഈ ഒരു സാധനമുള്ള രീതി. നിനക്കും ഈ രോഗമുണ്ട് എന്നുള്ള ഉറപ്പായി. പിന്നെ വേറെ പിന്നെ ദുൽഖറിന്റെ ഇടയ്ക്കിടയ്ക്ക് ഹലോ, ഐ എം ദുൽഖർ സൽമാൻ. ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ മെമ്പർഷിപ്പ് കൊടുത്താൽ അല്ല, ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കാരണം അതൊരു ആക്ടറിന്റെ ഇതിൽ പ്രധാനമാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതെ. പിന്നെ നിങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഈ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ഒരു വലിയൊരു പരിപാടിയാണല്ലോ. കാരണം പണ്ട് മുതലേ അത് എന്ത് കണ്ടാലേ അതിലൊരു തമാശ കണ്ടെത്താൻ നോക്കും. ഇപ്പൊ ഈ പടം എന്ന് പറയുന്ന ഒരു തമാശ പടമല്ല. ഇതൊരു ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കും സിനിമയിലും ത്രൂ ഔട്ട് ഇതുപോലെ കോമഡി, അങ്ങനെയല്ല. പക്ഷെ ഇതിലൊരു മാറ്റർ പറയുന്നുണ്ട്, ഒരു ഫൈറ്ററിനെ കാണിക്കുന്നുണ്ട്. ഈ പക്രു എന്ന് പറഞ്ഞിട്ട് 916 കുഞ്ഞൂട്ടനാണെങ്കിലും ഈ പലർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം അത്രയ്ക്ക് ഒരു ഫൈറ്ററായിട്ട് തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. തങ്കപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എന്തിലാ പറഞ്ഞത് മാറിപ്പോയി. അല്ല, ഈ പറഞ്ഞ കുഞ്ഞുട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഫൈറ്ററാന്നാ പറഞ്ഞത്. അല്ല, ഈ സിനിമ ആക്ച്വലി ഒരു തമാശ പടമല്ല. പക്ഷെ കണ്ടെത്തുക എന്നുള്ളൊരു അതിപ്പോ ലൊക്കേഷനിൽ ഇപ്പൊ ഞാൻ ഇവിടെ അടുത്തൊരു ചായക്കട പോയി ഇരുന്നപ്പോ ഒരാൾ ഔലോസ് ഉണ്ടാന്ന് പറഞ്ഞ സാധനം ഉണ്ട്, കണ്ടോ? അരിയുണ്ട, ഭയങ്കര കട്ടിയായിരിക്കും. അപ്പൊ ഇത് മേടിച്ചിട്ട് പുള്ളി, അപ്പൊ ഞാൻ എന്ത് കണ്ടാലും ചിരിച്ചു പോയി. അപ്പൊ പുള്ളി ഇങ്ങനെ മേടിച്ചാൽ അങ്ങനെ കടിക്കുന്നുണ്ട്. അപ്പം ഞാൻ പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തേക്കണത്. ഞാൻ ഇത് മുക്കി കഴിച്ചു തുടങ്ങിയപ്പോൾ പുള്ളി
അപ്പോൾ എന്നെ ഇങ്ങനെ ഞാൻ ചിരിക്കണപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് പാടില്ല ഞാൻ കൈ. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കണ്ട പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉണ്ട വെച്ചിട്ടേ ചായ ഒഴിച്ചേക്കണം കുതിര. എന്നിട്ട് ഞാൻ പൊറോട്ട ബീഫ് കഴിച്ച് പോയിട്ട് പുള്ളി അത് കഴിച്ചിട്ടില്ല, അത്രക്ക് കട്ടിയാണ്. അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ ഇയാൾ എന്നെ നോക്കണത്, കാരണം ഇയാൾക്ക് ദേഷ്യം എന്നോട്. അയാൾ കാശ് കൊടുത്തവരല്ലോ അത്. പക്ഷേ ഇപ്പൊ പിന്നെ എന്നിട്ട് പൊട്ടിക്കണ്ട് പെട്ടെന്ന് അണ്ണനെ ഒരു ചായക്കട ഉണ്ട്, അണ്ണൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പല്ലടി എന്നെ ആ ചായക്കടയിൽ ആദ്യമായിട്ട് ചായ കുടിക്കാൻ കൊണ്ടുപോയിട്ട് എന്നെ വായിൽ പൊത്തി ചിരിക്കല്ലേ. കാര്യം ചായ പുള്ളി ചായ കുടിക്കണം അത് കണ്ടാ നമ്മൾ ശരിക്കും ചിരിച്ചാ ചൂടുവെള്ളം ഒഴിച്ച് വരും പുറത്ത്. സത്യം അത് ദേഷ്യം പുള്ളിയെ ഇങ്ങനെയാണ് നോക്കണം. നമ്മൾ ചിരിച്ചോണ്ട് ചിരിക്കുമെങ്കിൽ ഇങ്ങനെ ഒരു ചൂടുവെള്ളം അതുകൊണ്ട് സത്യം ശരിക്കും അങ്ങനെ ഉണ്ടുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളൊരു സെന്നെ വിളിച്ചിട്ടുണ്ട് അത് പറഞ്ഞാൽ പുള്ളി വീട്ടിൽ കൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചു തരുന്നുണ്ട്. ആ ചായക്കടക്കാരൻ ചേട്ടന്റെ പേര് ഇങ്ങനെ നോക്കണം. നമ്മുടെ അവിടെ അവിടെ ഒരു ഐസ്ക്രീം തുടങ്ങിയിട്ട് ഈ ടർക്കിഷ് ഇങ്ങനെയാണെങ്കിൽ പറ്റിക്കുന്നത് മേടിക്കാൻ പറ്റൂല നമുക്ക്. അതെ അതെ കമ്പ് വെച്ചിട്ട് ഇവൻ പഠിച്ചവരെല്ലാവരും പിടിക്കണത് അവന് പറ്റണല്ലോ, അത് ആ ആൾക്കാർക്കേ പറ്റുള്ളൂ. അത് ഇതൊരു സ്കില്ലാണത്. ഈ ചായ അടിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ദിവസം കൊണ്ട് പറ്റൂല ഇങ്ങനെ ഇത് ചെയ്യണത്. ഇത് കാണിച്ചപ്പോ തന്നെ ഇത് പുള്ളി അതിനു വേണ്ടി ചെയ്യണല്ല, പുള്ളിയുടെ ശൈലി ഇതാണ്. നല്ല പ്രായമുണ്ട്. അല്ല അതുകൊണ്ടല്ലേ ചൂടുവെള്ളം ഒഴിച്ചിരുന്നത്. ഞാൻ ചായയാണ് ഞാൻ വണ്ടിയുടെ ഗ്ലാസിനകത്ത് കൂടെ നോക്കുന്നത്, വെളിയിറങ്ങി തീർന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ചായ, ഞാൻ ദൂരെ ഇരുന്നു ചിരിച്ചു പോകും ഓട്ടോമാറ്റിക്കലി. ഈ കലാകാരന്മാർക്കൊക്കെ ഉള്ള സമയം പെട്ടെന്ന് ഇമോഷൻ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു പരിപാടി ഉണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞ പോലെ അല്ല, എനിക്ക് കുറച്ച് കൂടുതലാണ്. കാരണം ഞങ്ങള് ഇവൻ മരണ വീട്ടിൽ പോകാറുണ്ടായിരുന്നില്ല, ഇപ്പോഴും പോകാറില്ലെന്ന് തോന്നുന്നത്. നമ്മൾ ഒരുമിച്ച് ചെന്നപ്പോൾ ഒരു മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ കരഞ്ഞതാ ശരിക്കും. ആ സമയത്ത് സവാരിഗിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ മോനെ ദേ സവാരിഗിരി വന്ന് നിൽക്കണ മോനേന്ന്. ഞങ്ങൾ സവാരിഗിരിഗിരി എന്ന പേരെന്നാണ് വിചാരിച്ചേക്കണം അമ്മയുടെ. സവാരിഗിരിഗിരി വന്നേക്കണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും ചിരി വന്ന് പുള്ളിക്കാരി കരഞ്ഞതാ ശരിക്കും അതും പറഞ്ഞിട്ട് അല്ലേ. അങ്ങനെ വിളിച്ച് സംസാരിച്ച് കരയുന്ന അമ്മമാരുണ്ടല്ലോ പണ്ട്. അങ്ങനെ തന്നെ ഏറ്റെടുത്ത ബന്ധുക്കൾക്കല്ലേ ഉള്ളൂ ഭയങ്കരമായിട്ടുള്ള അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. ദുഃഖത്തിന്റെ പിന്നെ നാട്ടുകാർ വരുമ്പോ അവര് നമ്മളെ ആഘോഷമാക്കും. ഭയങ്കര സൗണ്ട് ഒക്കെ വെച്ച് ചിലർ കഴിച്ചിട്ട് വരുന്നവരൊക്കെ നമ്മളെ കല്യാണ വീട്ടിൽ വന്ന പോലൊക്കെ ആക്കി കളി. സന്തോഷം കോമഡി കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മറ്റുള്ളവർക്ക് അല്ല ഇപ്പോഴും സെൽഫി എടുക്കുന്നവരുണ്ടല്ലോ മരിച്ച സ്ഥലത്ത് അതൊരു സെൽഫി എടുത്തോട്ടെ. എൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ പള്ളിയിൽ നിന്ന് ബോഡി എടുത്ത് ആംബുലൻസ് വെച്ചിട്ട് സെമിത്തേരിലോട്ട് പോവുകയായിരുന്നു. അപ്പം കുറച്ച് പേരുണ്ട് വണ്ടിയിൽ ആംബുലൻസ്. അപ്പം ഞാൻ പപ്പ കയറി, ഞാൻ കയറി. അപ്പം ഞങ്ങളിങ്ങനെ കയറി വേറൊരു പരിചയമില്ലാത്ത ഒരാളും കൂടെ കയറി. അങ്ങോട്ട് നീ ഇരുന്നിട്ട് എൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് വണ്ടി എടുത്ത് ഷൂട്ട് ചെയ്യുന്നു. അല്ല അതെ, ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ ഫാദർ ICUവിൽ കിടക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഫാദർ മരിക്കാൻ അന്ത്യശ്വാസം വലിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് പറയും. അവർ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണുള്ളത്. അപ്പോൾ അവർ ആ ചാൻസിൽ എൻ്റെ അടുത്ത് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് എൻ്റെ അടുത്ത്. അവർ എന്ത് മനുഷ്യനാണ് നിങ്ങളെന്ന് ചോദിച്ചു. അതെന്ത് നമുക്ക് പക്ഷേ പല സ്ഥലത്ത് നമ്മുടെ ഇമോഷൻസ് എന്താണെന്നുള്ള ആൾക്കാരെ തിരിച്ചറിയാതെ നമ്മളെപ്പോഴും ചിരിക്കാനും ചിരിപ്പിക്കാനും നടക്കുന്നവരാ. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതായി അങ്ങനെ പറയില്ലല്ലോ അവരോട്. ഞാൻ പറഞ്ഞില്ല, അവരാ നമ്മളെ കണ്ട സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അതാണ് അതിന്റെ ഒരു വിഷയം. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നത്. ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും സിനിമയൊക്കെ ഉള്ളവർ എന്ന് പറയുന്നത്. അതുകൊണ്ടോ ആ പുള്ളിയുടെ അടുത്ത് എന്ത് പറഞ്ഞു? ഞാൻ ഷൂട്ട് ചെയ്യില്ല ചേട്ടാ. പുള്ളി ഇറങ്ങിപ്പോയി. ഇറങ്ങിയില്ല, പുള്ളി വണ്ടിക്ക് എത്തില്ല. പുള്ളി ഓപ്പോസിറ്റ് ഇരിക്കുന്നു. അല്ല ഇത് ഞാൻ സ്ഥിരം എന്താന്ന് പറയട്ടെ, അമ്മ സംഘടനയിൽ സ്ഥിരം റീത്ത് വെക്കാൻ പോകുന്ന ഒരാൾ ഞാൻ. അപ്പോൾ ഒരുപാട് പേര് ഞാൻ പറഞ്ഞു ഇനി ഞാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ട്രോമയിൽ തുടങ്ങി. കാരണം അതിനുശേഷം ഒരു ആക്ടറിൻ്റെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. മേഘനാഥൻ ചേട്ടൻ്റെ മരണം, TP ഇതൊക്കെ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ 2 സുഹൃത്തുക്കൾ മരിച്ചുപോയി. അപ്പോൾ മേഘനാഥൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ്, ഒരു സംസാരത്തിലോ ഇതിലോ ഒന്നും ഒരു വേദനിപ്പിക്കാത്ത. അപ്പോൾ അത് എനിക്ക് ട്രോമ ചെയ്ത് തുടങ്ങി. ഒരു ആക്ടറിൻ്റെ അതിന് ശേഷം ചിലപ്പോൾ ഒരാൾ പോലും അങ്ങോട്ട് മാളച്ചേട്ടൻ്റെ മകൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അച്ഛൻ മരിച്ചത് ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ ആരും വന്നിട്ടില്ല ഇങ്ങോട്ട്. ഞങ്ങൾ അച്ഛൻ സിനിമയിൽ ഉണ്ടായിരുന്നു പോലും ഞാൻ ഓർക്കുന്നില്ല. അത്ര ബന്ധമില്ലാണ്ടായി പോയിന്ന്. ആരുടെയും കുറ്റമല്ല, അത് സംഭവിക്കുന്നതാണത്. അപ്പോൾ നമ്മളെപ്പോഴും അൾട്ടിമേറ്റ് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ.
അപ്പോൾ എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞു ഈ റീത്ത് കൊണ്ട് വെക്കുക. കാരണം കാണുന്നതും ഈ വെക്കൽ മാത്രമാണ്. പക്ഷെ ബാക്കി പിന്നെ നമ്മളവരുടെ ഫാമിലി നമ്മളെ വിളിക്കുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അവരുടെ അവസ്ഥ പെട്ടെന്നൊരു ദിവസം എല്ലാ വരവും നിന്നു പോകുന്നൊരവസ്ഥ, അതൊക്കെ ഞാൻ ഈ അമ്മയിൽ ഇത്രയും കാലം കണ്ടതിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം 916 കുഞ്ഞുട്ടൻ എന്ന് പറയുമ്പോൾ വീണ്ടും തിരിച്ച് ഞാനതിലേക്ക് വരുന്നത് അങ്ങനൊരു ആൾക്കാരെ വിഷമിപ്പിക്കുന്നൊരു ഏരിയയിലൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ നമ്മൾ ഫാമിലി എന്റർടൈനർ, നമ്മൾ ഓൾറെഡി പുറത്തൊക്കെ അങ്ങനെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. അതായിരിക്കുന്നവൻ ക്യാമറ ഇട്ടിരിക്കുന്ന അജ്മലി, ലളിത ചേച്ചിയുടെ മരണത്തിനന്ന് ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നാണ്. രാത്രി അല്ല ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ മാത്രമല്ല ഈ ക്യാമറയുടെ ബില്ല് എടുക്കുന്നവരുണ്ടല്ലോ, ഇവര് ഇത് നിപ്പെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. രാത്രി 8 മണിയിൽ അടക്കുന്നത് വരെ ഇങ്ങനെ തന്നെ ഉണ്ടേ, നിസ്സാര കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് സ്ട്രഗിൾ ഉണ്ട്. ക്യാമറയുടെ മുന്നിൽ വരുന്നവർ മാത്രമല്ല, ഈ സിനിമക്ക് അതുപോലെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും. ഇപ്പം ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാൾ പിന്നീട് വന്നു, രാജീവ്. അവൻ ഒരുപാട് ഈ പടത്തിന് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പം സൂരജാണ് ഇതിൻ്റെ മെയിൻ എഡിറ്ററെങ്കിലും ഡോൺ മാക്സ് ഫൈനൽ ഷാർപ്പനിങ് കട്ടിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സൗഹൃദ വലയത്തിൽ സംഭവിക്കുന്നതാണ്. ഇതെല്ലാം സുഹൃത്ത് ബന്ധങ്ങളിലൂടെ കിട്ടിയതാണ്. ഇപ്പം നോബിനെ വിളിച്ചാൽ ആ പ്രൊമോഷൻ ഉണ്ട്, ഞാൻ വേറെ പടത്തിലാന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു പോവില്ല. അപ്പോൾ എന്തായാലും ഒരു കിടിലം മൂവി ആവട്ടെ. 916 കുഞ്ഞുട്ടൻ തിയേറ്ററിലേക്ക് ഏറ്റവും അടുത്ത് തന്നെ എത്തും. ഇത് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ മീഡിയക്കാർ നമ്മളെല്ലാവരും വന്ന് കാണുന്നതായി. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ശംഭൂര് സിനിമയിൽ ഞാൻ കണ്ടിരുന്നില്ല. സിനിമയല്ലേ മറ്റേ ഇത്, അത് പക്രുചേട്ടൻ അത് ഇത് ചെയ്തത് കർണികാണ്ഡം ഷോർട്ട് മൂവി റിലീസ് ചെയ്തത് അല്ലേ? അങ്ങനെയാണ് ഞാൻ കണ്ടത്. ശംഭു അഭിനയിച്ച കർണികാണ്ഡം എന്ന ഷോർട്ട് മൂവി ഞാൻ കണ്ടിരുന്നു. ഞാനാണ് അതിന്റെ ഫസ്റ്റ് ലുക്കും പിന്നെ അതിന്റെ ട്രെയിലറും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്കത് ഭാവിയിലെ സിനിമയിൽ പ്രതീക്ഷിക്കും. ഭാവിയിൽ എന്തിനാണ് എല്ലാ ആഴ്ച 5 സിനിമ ഇറങ്ങുന്നില്ലേ? അതൊരു സിനിമയിൽ അഭിനയിച്ചാൽ പോലെ കേറാൻ ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഒരുപാട് പേര്. അല്ല, പുള്ളിക്ക് വരുമാനം കൂടുതലില്ല. സിനിമയിൽ പോയി 1 മാസമൊക്കെ എടുക്കണ്ടേ? ഇതിപ്പോ 1 മണിക്കൂർ കൊണ്ട് സംഭവം കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിൽ പിന്നീടാകുമ്പോ ഓട്ടോമാറ്റിക് സിനിമ എന്നുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന ഇതാവുമല്ലോ, വീട്ടിൽ ശമ്പളം കൂടും. കാരണം കഥ ടിനിയുണ്ടെന്ന് അറിയോ, ഓരോ സൈഡ് ചിരി ഇങ്ങനെ ഓർമ്മയുണ്ട്. ദുബായില് അമ്മയുടെ ഷോയ്ക്ക് പോയത് പ്രളയ സമയത്ത് ഷോ പോയിട്ട് മറ്റേ പ്രളയത്തിന്, അതായത് അമ്മ ഷോ പ്രളയ സമയത്ത് ദുബായിൽ ഷോ ചെയ്തു. അത് അവരെ സഹായിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അപ്പം അമ്മയുടെ ഷോയാണ്. അപ്പൊ ഇവിടുന്ന് ഒരു ഫുള്ള് ഗ്രൂപ്പായിട്ട് ഇപ്പോൾ അബുദാബി ചെന്നിറങ്ങി, അബുദാബിയിലാണ് ഷോ. അപ്പം പിറ്റേ ദിവസം തലേ ദിവസം റിഹേഴ്സലാണ്. അതായത് ഫൈനൽ റിഹേഴ്സൽ ഫുൾ ഷോ സ്റ്റേജ് ചെയ്യണം. അപ്പം മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഡാൻസ്. അപ്പം ഞങ്ങളെല്ലാവരും ഗ്യാങ്ങായിട്ട് റിപ്പോർട്ട് വിടും. അപ്പം എന്നിട്ട് ഞങ്ങളെ പെർഫോമൻസ് അപ്പോൾ ഞങ്ങൾ പോകും, ഓരോരുത്തർ വന്നിരിക്കും. അപ്പം നമുക്ക് അറിയുന്ന ഒരു മികച്ച ആർട്ടിസ്റ്റിന്റെ ഡാൻസ് ആണ്. ഈ ഡാൻസ് എന്താ ചിരിച്ചു. ഒരു മെയിൻ ആക്ടർ ഈ എണ്ണം നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ അല്ലല്ല, ഇവൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൻ കണ്ടിരുന്നേ, അണ്ണ അങ്ങോട്ട് വന്നേ, ചിരിക്കരുത്, അല്ല ചിരിക്കരുത്, ഒരു കാര്യം കാണിക്കാന്ന് പറയാന്ന് പറഞ്ഞു. അതാണ് ബാക്കി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഡാൻസ് ചെയ്ത ആളാ. ഡാൻസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ആ ഡാൻസ് ശ്രദ്ധിച്ചായിരുന്നു. ലുലുവിന്റെ മെയിൻ 2 ആൾക്കാർ വെളിയിൽ വന്നിപ്പോണ്ട്. യൂസഫ് അലി സാർ പറഞ്ഞു വിട്ടാണ് ഈ സ്റ്റെപ്പ് അവര് പേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു പറഞ്ഞേട്ടാ. ഈ പുള്ളി കിടന്ന് ചിരിക്കുന്നു, ഈ പുള്ളി കിടന്ന് അത് ചിരിച്ചു പോകുന്നു. അത് ചിരിച്ചിട്ട് നിർത്തി, അത് തീർന്ന കേട്ടില്ല ആൾക്കാർ അല്ലെന്ന് ഞങ്ങൾ രണ്ടുപേരല്ലേ കേട്ടോ. പിന്നെ ഇത്രയും ഹോളാണ്, ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. കുറച്ച് ഈ ചിരി പല സ്ഥലത്ത് കേൾക്കും. അവിടെ ഇത് പറയാണ് ഓരോരുത്തരുടെ അടുത്ത്. അത് ചെന്നിട്ട് അടുത്ത സ്ഥലത്ത് ഈ ചിരി ഇങ്ങനെ 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 പല സ്ഥലത്ത്. ലാസ്റ്റ് ലാലേട്ടൻ നമ്മൾക്ക് അവരെ അറിഞ്ഞു. ഇവരെല്ലാം വിളിച്ചിട്ട് ഈ പുള്ളിനെ ചോദിക്കുന്നു, മറ്റേ സ്റ്റെപ്പ് കൊടുക്കുന്ന ഇത് പബ്ലിക്, ഇത് ഭയങ്കര പബ്ലിസിറ്റി. ലാസ്റ്റ് എനിക്കൊരു കോള്, ഹലോ ആ അളിയ എവിടാ? ഞാൻ പറഞ്ഞ ആ റൂമില് അളിയോട്ട് വന്നാണ്. ഞാൻ ഇടിക്കും, ആ ടിനീനെ ഞാൻ ഇടിക്കും. ഇവനെല്ലാണ്ടാക്കി വെച്ചിട്ടേ മറ്റേ അളിയെ പറഞ്ഞ വിറ്റില്ലേ, അവരിവിടെ പറയാത്ത ആൾക്കാരില്ല. അറബിയിലൂടെ പോലും പോയി പറഞ്ഞു. കാണുന്നു. ഇതിന്റെ ഏറ്റവും വലിയ വിറ്റെന്നറിയുമോ,
കാണുന്നവരല്ലേ ഈ പുള്ളിയെ നോക്കി ചിരിക്കുന്നത്. മെയിൻ നടന സ്റ്റെപ്പ് പോകാനൊക്കെ കൊടുക്കാറുണ്ടോ? അത് ആ വൈരാഗ്യം പിന്നെ കണ്ടിന്യൂ ചെയ്ത് 19ാം നൂറ്റാണ്ടിൽ പറഞ്ഞ ആരാന്നറിയില്ല. എന്റെ ദൈവമേ. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. ഞങ്ങൾ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഉണ്ടാവും, Thank you. കാണും. അടിപൊളിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അഭിപ്രായം പറഞ്ഞിരിക്കും. അങ്ങനെ കുറേ തിയേറ്ററിലാവട്ടെ, തിയേറ്ററിന്റെ എണ്ണം കൂടട്ടെ, ആൾക്കാർ കൂടുതൽ കാണട്ടെ, അടിപൊളി ഒരു സിനിമയാവട്ടെ. ഓക്കെ.